ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഒരേ സമയം പല വിപ്ലവങ്ങളും അത്ഭുതങ്ങളും നടക്കുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗ കളത്തിൽ അമേരിക്കയും ഇന്ത്യയും നടത്തുന്ന പുതിയ നീക്കങ്ങൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. ലോകം ഇന്ന് വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് യുദ്ധഭീതിയും രാഷ്ട്രീയ തന്ത്രങ്ങളും മുറുകുമ്പോൾ, മറുവശത്ത് ഒരൽപ്പം സ്നേഹവും സമാധാനവും പ്രതീക്ഷയും നൽകുന്ന വാർത്തകളും നമ്മെ തേടിയെത്തുന്നുണ്ട്. ഇറാനിലെ തെരുവുകൾ ചോരക്കളമാകുന്നതും, വെനസ്വേലയ്ക്ക് പിന്നാലെ ക്യൂബയ്ക്ക് മേൽ മുറുകുന്ന അമേരിക്കൻ പിടിയും, യൂറോപ്പിനെ ഞെട്ടിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക കുതിച്ചുചാട്ടവും, ഒപ്പം കൊൽക്കത്തയിലെ തെരുവിൽ നിന്ന് അമേരിക്കയിലെ വൈറ്റ് ഹൗസ് വരെ നീളുന്ന ഒരു നായയുടെ സാഹസിക യാത്രയും. ഇങ്ങനെ ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന ചില പ്രധാന വാർത്തകളാണ് ഇന്ന് ലോകയിൽ. ഓരോന്നായി പരിശോധിക്കാം. വെൽക്കം ടു ലോക. ഇറാനിലെ തെരുവുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ലോകം ഇന്ന് വലിയൊരു ഭയത്തിലാണ്. മറ്റൊരു മഹായുദ്ധത്തിന്റെ നിഴലിലാണോ നമ്മൾ നിൽക്കുന്നത് എന്ന ഭയം. ഇറാനിൽ ജനകീയ പ്രക്ഷോഭം ആളിപ്പടരുമ്പോൾ അവിടെ നടക്കുന്ന കൂട്ടക്കൊലകൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത സൈനിക മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഭരണകൂടത്തിന് നേരെ പൊരുതുന്ന ഒരു ജനതയെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയും വെനസ്വേലയും ഉൾപ്പെടെയുള്ള ലോകശക്തികൾ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനിലെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി തുടരുന്ന പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 540 കടന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇതിൽ 490 പേരും നിരായുധരായ സാധാരണക്കാരായിരുന്നു. ഇറാനിലെ ഇസ്ലാമിക് ഭരണകൂടം തങ്ങളുടെ അധികാരം നിലനിർത്താൻ ജനങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ പ്രതിഷേധമല്ല. ഇത്തവണ ജനങ്ങൾ നേരിട്ട് ലക്ഷ്യം വെക്കുന്നത് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെയാണ്. ഡിക്റ്റേറ്റർക്ക് മരണം എന്ന മുദ്രാവാക്യങ്ങൾ തെഹ്റാനിലെ തെരുവുകളിൽ സദാ മുഴങ്ങുന്നുണ്ട്. ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ മൂലം ഇതുവരെ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ഏകദേശം 10,600-ലധികം പേരെ തടവിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പ്രക്ഷോഭം ഇറാനെ ഇങ്ങനെ വിറപ്പിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ഇറാനിലെ 31 പ്രവിശ്യകളിലും ഒരേ സമയം പ്രതിഷേധം പടർന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് പലപ്പോഴും പല കാരണങ്ങളാൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്തവണത്തെ സമരം നേരിട്ട് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഇറാനിയൻ കറൻസിയായ റിയാൽ തകർന്നടിയുകയും പണപ്പെരുപ്പം താങ്ങാനാവാത്ത വിധം ഉയരുകയും ചെയ്തതാണ് ജനങ്ങളെ തെരുവിലിറക്കിയത്. അതുപോലെ പ്രതിഷേധിക്കുന്നവരെ മൃഗീയമായി നേരിടുന്ന സർക്കാർ നയം ജനങ്ങളിൽ കടുത്ത പ്രതികാര ചിന്താഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഇറാനിലെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ലോകരാജ്യങ്ങൾ പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ലോകം അറിയാതിരിക്കാൻ ഇറാൻ സർക്കാർ രാജ്യം മുഴുവൻ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർത്തകൾ തടയാൻ ഇറാൻ സർക്കാർ രാജ്യത്ത് ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏകദേശം 60 മണിക്കൂറിലധികമായി ഇറാൻ ബാഹ്യ ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് ഇല്ലാത്ത ഈ സമയത്താണ് സൈന്യം ഏറ്റവും ക്രൂരമായ വെടിവയ്പ്പുകൾ നടത്തുന്നത്. വിദേശ മാധ്യമങ്ങളെ പോലും അകത്തേക്ക് വിടാത്ത ഈ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ കരളലിയിക്കുന്നതാണ് എന്ന് വേണം പറയാൻ. 100 കണക്കിന് മൃതദേഹങ്ങൾ വരിവരിയായി കിടത്തിയിരിക്കുന്ന മോർച്ചറികളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു സകലതും. ഇനി തെഹ്റാനിലെ കാരസാഖ് ഫോറൻസിക് സെന്ററിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 100 കണക്കിന് മൃതദേഹങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് മോർച്ചറികളിലും വെയർഹൌസുകളിലും വരിവരിയായി കിടത്തിയിരിക്കുന്നു. ഏകദേശം 10,600-ലധികം പേരെ ഇതിനകം തടവിലാക്കിയിട്ടുണ്ട്. ഇതിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇറാനിലെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ ലോകം 3 തട്ടിലായിട്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഇറാനെ അനുകൂലിക്കുന്നവരും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവരും, അതുപോലെ യുദ്ധഭീതിയിൽ സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നവരും. എന്തായാലും ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ്. ഇറാനിലെ ജനങ്ങളെ സഹായിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാൻ സ്വാതന്ത്ര്യത്തിലേക്ക് നോക്കുകയാണ്. അവരെ സഹായിക്കാൻ അമേരിക്ക റെഡിയാണ്. ട്രംപിന്റേത് വെറുതെ ഒരു പ്രസ്താവനയിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് കാര്യം. പ്രതിഷേധക്കാർക്ക് നേരെ ഇറാൻ ഇനിയും വെടിയുതിർത്താൽ ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്താനാണ് അമേരിക്കയുടെ പദ്ധതി. ഇതിനായി ട്രംപ് തന്റെ സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തി വരികയുമാണ്. ഇറാനിലെ സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ട് സർജിക്കൽ സ്ട്രൈക്സ് നടത്താനും ആലോചനയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം അമേരിക്കയുടെ ഭീഷണിക്ക് ഇറാൻ നൽകിയ മറുപടി ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഖാലിബാഫാണ് ഇങ്ങനെ ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ 1 മേഖലയിലെ എല്ലാ US മിലിറ്ററി ബേസസും കപ്പലുകളും ആക്രമിക്കപ്പെടും. 2ാമതായി ഇസ്രായേൽ ഇറാന്റെ പ്രധാന ലക്ഷ്യമായിരിക്കും. 3 അമേരിക്ക ആക്രമിക്കുന്നത് വരെ കാത്തിരിക്കില്ല. ഭീഷണിയുണ്ടെന്ന് കണ്ടാൽ മുൻകൂട്ടി ആക്രമണം നടത്തുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ അമേരിക്ക സംഘർഷം മുറുകുന്നതോടെ ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ യുദ്ധസജ്ജമാക്കിയിട്ടുണ്ട്.
കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാനും ഇസ്രായേലും തമ്മിലുണ്ടായ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം മേഖലയിൽ വീണ്ടും അശാന്തി പടരുകയാണ്. അമേരിക്കൻ ഇടപെടൽ ഉണ്ടായാൽ ഇറാൻ തങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം ഭയപ്പെടുന്നുണ്ട്. ഇനി ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായിട്ട് ഇറാനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെ, അതായത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ മാനിക്കണമെന്നും അക്രമം ഉടൻ നിർത്തണമെന്നും യൂറോപ്യൻ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. തടവിലാക്കിയ ആയിരക്കണക്കിന് ആളുകളെ ഉടനടി വിട്ടയക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ഫോറിൻ പോളിസി ചീഫ് കാജ കല്ലാസ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. യുഎന്നിന്റെ പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു. യുഎൻ മനുഷ്യാവകാശ വിഭാഗം മേധാവി വോൾക്കർ ടർക്ക് ഇറാനിലെ സ്ഥിതിഗതികളെ അങ്ങേയറ്റം അസ്വസ്ഥതയുണ്ടാക്കുന്നത് എന്നാണ് വിശേഷിപ്പിച്ചത്. കൊലപാതകങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം വേണമെന്ന് യുഎൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇറാൻ സർക്കാരിനോട് പരമാവധി സംയമനം പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അതേസമയം അമേരിക്ക ഇറാനിൽ ഇടപെടുന്നതിനെ റഷ്യയും ചൈനയും എതിർക്കുകയാണ്. ഇറാനിലെ പ്രക്ഷോഭം ആഭ്യന്തര കാര്യമാണെന്നും പുറത്തുനിന്നുള്ള ശക്തികൾ ഇത് മുതലെടുക്കുകയാണെന്നുമാണ് റഷ്യയും ചൈനയും ആരോപിക്കുന്നത്. ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതിനെ ചൈന ശക്തമായി എതിർക്കുന്നുണ്ട്. ഇനി ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടാണ്. സൗദി അറേബ്യയും യുഎഇയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. എന്നാൽ ഒരു പുതിയ യുദ്ധം മേഖലയുടെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ഇറാൻ പ്രക്ഷോഭത്തിൽ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംയമനം വേണമെന്ന നിലപാടിലാണ് പക്ഷത്താണ്. അതേസമയം ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്കിടയിലും തെരുവ് വിടാത്ത ഇറാനിലെ ധീരരായ പ്രക്ഷോഭകാരികളെ പ്രശംസിച്ചുകൊണ്ട് വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും നൊബേൽ സമ്മാന ജേതാവുമായ മരിയ കൊറിന മച്ചാഡോ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സമയം അടുത്തെത്തിയിരിക്കുന്നു. ക്രൂരമായ അടിച്ചമർത്തലുകൾ നേരിടുമ്പോഴും 100-ലധികം നഗരങ്ങളിൽ ഇറാൻ ജനത പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്റെ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. ഇതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ അവർ പറഞ്ഞത്. വെനസ്വേലയിലെ ഏകാധിപത്യ ഭരണത്തിനെതിരെ പോരാടുന്ന മച്ചാഡോ ഇറാനിലെ പോരാട്ടത്തെ സ്വന്തം പോരാട്ടമായിട്ടാണ് കാണുന്നത്. ഇറാനിലെയും വെനസ്വേലയിലെയും ജനങ്ങൾ ഉടൻ തന്നെ സ്വതന്ത്രരാകുമെന്ന പ്രത്യാശയും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും വെറും ഒരു പിന്തുണയല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരെയുള്ള ഒരു അന്ത്യശാസനം കൂടിയാണ്. സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണെന്നിരിക്കെ തങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒത്തുകളി ബുദ്ധിയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുകയാണ്. തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ കപ്പലുകളും ഇസ്രായേലും വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. മനുഷ്യാവകാശങ്ങൾക്കായി പൊരുതുന്ന ഒരു ജനതയെ ലോകം എങ്ങനെ സംരക്ഷിക്കുമെന്നത് വരും ദിവസങ്ങളിലെ വലിയ ചോദ്യമാണ്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത് വെറും ഒരു ലഹളയല്ല, മറിച്ച് ദശാബ്ദങ്ങളായി നീറിപ്പുകഞ്ഞ ജനരോഷത്തിന്റെ സ്ഫോടനമാണ് എന്ന് വേണം പറയാൻ. ഇറാനിലെ സ്ഥിതിഗതികൾ ഓരോ നിമിഷവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടം തളരുന്നില്ല, പക്ഷെ ജനങ്ങളും പിന്മാറാൻ തയ്യാറല്ല. വൈറ്റ് ഹൌസിൽ ട്രംപ് സൈനിക നീക്കങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തെഹ്റാനിലെ തെരുവുകളിൽ ജനങ്ങൾ ചോര ചിന്തുകയാണ്. ഇറാൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമോ, അതോ അമേരിക്കയുടെ ഇടപെടൽ ഒരു വലിയ യുദ്ധത്തിൽ കലാശിക്കുമോ? ഇതൊരു ഭരണകൂടത്തിന്റെ പതനമാണോ, അതോ മറ്റൊരു ഗൾഫ് യുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ യാത്രികനെ കുറിച്ചാണ് ഇനി. വെറുമൊരു യാത്രികനല്ല, ഇന്ത്യയുടെ സ്വന്തം തെരുവുകളിൽ നിന്ന് അമേരിക്കൻ നിരത്തുകളിലെ താരമായി മാറിയ ഒരു നായയാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ ഒരുപാട് കൗതുക വാർത്തകൾ കേൾക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ റോഡരികിലും തെരുവുകളിലുമൊക്കെ നമ്മൾ സ്ഥിരം കാണാറുള്ള നായ്ക്കളിൽ ഒരാൾ ഇന്ന് അമേരിക്കയിൽ വലിയൊരു സെലിബ്രിറ്റിയാണ്. വെറുമൊരു ഫേമസ് ഡോഗ് മാത്രമല്ല, സിംബൽ ഓഫ് പീസ്, അതായത് ലോക സമാധാനത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് ആലോക എന്ന ഈ മിടുക്കൻ. 19 ബുദ്ധ സന്യാസിമാർക്കൊപ്പം 3700 കിലോമീറ്റർ നീളമുള്ള ഒരു മഹായാത്രയിലാണ് ആലോക. ഈ ഇൻസ്പിറേഷൻ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ നാട്ടിലെ ഒരു നാടൻ നായ എങ്ങനെ അമേരിക്കയിൽ എത്തിയെന്ന്, അല്ലെ? ഇതിന് പിന്നിൽ ഒരു മനോഹരമായ കഥയുണ്ട്. ഈ കഥ തുടങ്ങുന്നതും ഇന്ത്യയിലാണ്. ഏകദേശം 4 വർഷങ്ങൾക്ക് മുൻപ് കൊൽക്കത്തയിൽ നിന്ന് നേപ്പാൾ ബോർഡറിലേക്ക് ബുദ്ധ സന്യാസിമാർ ഒരു സമാധാന യാത്ര നടത്തിയിരുന്നു. ആ യാത്രക്കിടയിലാണ് ഈ നായ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ആരും വിളിക്കാതെ തന്നെ അവൻ ആ സന്യാസിമാരുടെ കൂടെ കൂടി. ഒരുപക്ഷെ ആ സന്യാസിമാരുടെ ശാന്തതയും സ്നേഹവും ഒക്കെ കണ്ടിട്ടാകാം അവൻ അവരുടെ കൂടെ കൂടിയത്. യാത്രക്കിടയിൽ അവനൊരു ആക്സിഡന്റ് പറ്റി ഗുരുതരമായി പരിക്കേറ്റു. സന്യാസിമാർ അവനെ ഉപേക്ഷിച്ചില്ല, പകരം അവനെ കയ്യിലെടുത്ത് കൃത്യമായ ട്രീറ്റ്മെന്റ് ഒക്കെ നൽകി ചികിത്സിച്ച് ഭേദപ്പെടുത്തി. സുഖം പ്രാപിച്ചപ്പോൾ അവനെ എവിടെയെങ്കിലും വിടാൻ അവർ ശ്രമിച്ചുവെങ്കിലും ആലോക അവരെ വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ സന്യാസിമാർ അവനെ തങ്ങളുടെ കൂടെ കൂട്ടി. സംസ്കൃതത്തിൽ ദിവ്യപ്രകാശം എന്നർത്ഥം വരുന്ന ആലോക എന്ന പേരും അവന് നൽകി. പിന്നീട് നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കി അവർ അവനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ ആലോക വാർത്തകളിൽ നിറയുന്നത് അമേരിക്കയിൽ നടക്കുന്ന വാക്ക് ഓഫ് പീസ് എന്ന ലോങ് മാർച്ചിലൂടെയാണ്. ലോകമെമ്പാടും സമാധാനവും അഹിംസയും കരുണയും പ്രചരിപ്പിക്കുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം.
ടെക്സസിലെ ഹ്യൂങ്ഡാവോ വിപാസന ഭവന സെന്ററിൽ നിന്ന് തുടങ്ങി വാഷിംഗ്ടൺ DC വരെയാണ് ഇവരുടെ നടത്തം. ഏകദേശം 2300 മൈലുകൾ, അതായത് 3700 കിലോമീറ്ററോളം ദൂരമാണ് സന്യാസിമാർക്കൊപ്പം അലോകയും കാൽനടയായി സഞ്ചരിക്കുന്നത്. മനസ്സിന്റെ സമാധാനം, മുറിവേറ്റ ഹൃദയങ്ങളുടെ ഉണർവ് എന്നിവയാണ് ഈ യാത്രയിലൂടെ അവർ ലോകത്തിന് നൽകുന്ന സന്ദേശം. ഭരണകൂടങ്ങളും രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനസമാധാനവും പരസ്പര സ്നേഹവുമാണ് ഏറ്റവും വലുതെന്ന് ഈ സന്യാസിമാരും അലോകയും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അമേരിക്കയിലെ 10 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ യാത്രയിൽ അലോക ഇന്നൊരു തരംഗമാണ്. ഓറഞ്ച് നിറത്തിലുള്ള ഒരു സ്പെഷ്യൽ ജാക്കറ്റ് ഒക്കെ ഇട്ട് സന്യാസിമാരുടെ മുന്നിൽ വളരെ ശാന്തനായി നടന്നു പോകുന്ന അലോകയെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. വഴിയിലുടനീളം അമേരിക്കൻ ജനത അവന് വലിയ സ്വീകരണമാണ് നൽകുന്നത്. പലരും അവനെ കാണാനും ഫോട്ടോ എടുക്കാനും തടിച്ചുകൂടാറുമുണ്ട്. പലരും അലോകയ്ക്ക് സ്പെഷ്യൽ കോട്ടുകളും ഭക്ഷണവും ഒക്കെ സമ്മാനിക്കുന്നുമുണ്ട്. ഇനി ഈ താരം അലോകയ്ക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത്. അതുപോലെ തണുപ്പുള്ള സമയങ്ങളിൽ സന്യാസിമാർ അവനെ വണ്ടിയിൽ കയറ്റാൻ നോക്കിയാലും അവൻ അത് സമ്മതിക്കാറില്ല. അവൻ സന്യാസിമാരുടെ സ്റ്റെപ്പിനനുസരിച്ച് വളരെ കൃത്യമായി അവർക്കൊപ്പം തന്നെ നടക്കുകയാണ് ചെയ്യുന്നത്. മൃഗങ്ങൾക്ക് പോലും സമാധാനത്തിന്റെ ഭാഷ മനസ്സിലാകുമെന്നതിന് ഇതിലും വലിയൊരു എക്സാമ്പിൾ വേറെ ഇല്ല എന്ന് പറയണം. അലോകയുടെ ഈ യാത്ര നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സ്നേഹത്തിനും കരുണയ്ക്കും ഭാഷയോ അതിരുകളോ ഇല്ല. ഇന്ത്യയിലെ ഒരു സാധാരണ തെരുവിൽ നിന്ന് തുടങ്ങിയ ആ ബന്ധം ഇന്ന് ലോകത്തിന് മുഴുവൻ മാതൃകയായി മാറിയിരിക്കുന്നു. അക്രമം നിറഞ്ഞ ഈ ലോകത്ത് സമാധാനമായി ജീവിക്കാൻ വലിയ ആയുധങ്ങളല്ല, മറിച്ച് അല്പം കരുണയും ശാന്തതയുമാണ് വേണ്ടത് എന്ന് ഈ പീസ് ഡോഗ് തെളിയിക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളും തർക്കങ്ങളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിനും കരുണയ്ക്കും അതിരുകളില്ലെന്ന് അലോക നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും സമാധാനമായി ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ഈ യാത്രയിലൂടെ ബുദ്ധസന്യാസിമാർ തെളിയിക്കുകയാണ്. ഒരു തെരുവ് നായിൽ നിന്ന് പീസ് ഡോഗായി മാറിയ അലോകയുടെ ഈ ജേർണി വല്ലാത്തൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. വാഷിംഗ്ടൺ DC അവസാനിക്കുന്ന ഈ യാത്ര സമാധാനത്തിന്റെ ഒരു പുതിയ ചരിത്രം തന്നെ ആയിരിക്കും കുറിക്കുക. അലോകയുടെ ഈ അത്ഭുതകരമായ യാത്ര ഫെബ്രുവരിയിൽ വാഷിംഗ്ടണിലാണ് അവസാനിക്കുന്നത്. ലോകത്തിന്റെ സമാധാനത്തിനായി അലോക നടന്നു തീർക്കുന്ന ഓരോ കിലോമീറ്ററും വരും തലമുറയ്ക്ക് ഒരു വലിയ പാഠമായിരിക്കും. ഇന്ത്യൻ ബിസിനസ് ലോകത്ത് നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ വലിയൊരു വിജയഗാഥയാണ് ഇനി. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ കയറ്റുമതി മേഖല യൂറോപ്പിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ കടകളിൽ ഇപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ബഹളമാണ്. ജർമ്മനിയും സ്പെയിനും പോളണ്ടുമൊക്കെ ഇന്ത്യൻ സാധനങ്ങൾക്കായി കൈനീട്ടുകയാണ്, ക്യൂ നിൽക്കുകയാണ്. വാണിജ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യ എങ്ങനെയൊക്കെയാണ് യൂറോപ്പ് കീഴടക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ വലിയൊരു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണയായി നമ്മൾ അമേരിക്കയിലേക്കോ ഗൾഫ് രാജ്യങ്ങളിലേക്കോ ഒക്കെയാണ് കൂടുതൽ കയറ്റുമതി നടത്താറുള്ളത്. എന്നാൽ ഇപ്പോൾ കളി മാറിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിൽ പലതും ഇന്ത്യയുടെ പ്രധാന ബിസിനസ് ഹബ്ബുകളായി, ബിസിനസ് പാർട്ട്ണർമാരായി മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് സ്പെയിൻ, ജർമ്മനി, ബെൽജിയം, പോളണ്ട് എന്നീ 4 രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാന എക്സ്പോർട്ട് ഹബ്ബുകളായി മാറിയിരിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് ഈ രാജ്യങ്ങളിൽ വലിയ ഡിമാൻഡാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കോമേഴ്സ് മിനിസ്ട്രിയുടെ ഡേറ്റ പ്രകാരം ഈ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വളരെ സ്റ്റേബിളായി മുന്നോട്ട് പോവുകയുമാണ്. ഇതിൽ സ്പെയിനാണ് ഇന്ത്യയുടെ ബിഗ് പാർട്ട്ണർ എന്ന് പറയേണ്ടത്. അതായത് ഈ പട്ടികയിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്പെയിനിലാണ്. അവിടെ നടക്കുന്നത് വെറും ഒരു വളർച്ചയല്ല, ഒരു വൻ കുതിച്ചുചാട്ടം തന്നെയാണ്. ഈ സാമ്പത്തിക വർഷത്തിന്റെ ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കണക്കെടുത്താൽ സ്പെയിനിലേക്കുള്ള കയറ്റുമതിയിൽ 56% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് $3 ബില്യൺ ആയിരുന്ന കയറ്റുമതി ഇത്തവണ $4.7 ബില്യൺ എത്തി നിൽക്കുകയാണ്. ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ടിൽ സ്പെയിനിന്റെ പങ്കെന്ന് പറയുന്നത് 2.4% ഉയർന്നിട്ടുണ്ട്. യൂറോപ്പിലെ നമ്മുടെ ട്രേഡ് പാർട്ട്ണർമാരിൽ ഏറ്റവും വലിയ കുതിപ്പ് നടത്തിയത് സ്പെയിനാണെന്ന് ചുരുക്കം. ഇനി സ്പെയിനിന് പുറമെ ജർമ്മനിയും ബെൽജിയവും ഇന്ത്യയുമായുള്ള വ്യാപാരം ശക്തമാക്കിയിട്ടുണ്ട്. മെഷീനറികൾ, തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ്, കെമിക്കലുകൾ എന്നിവയാണ് പ്രധാനമായും ഇവിടങ്ങളിലേക്ക് ഇന്ത്യ കയറ്റി അയക്കുന്നത്. ഇനി പോളണ്ടിന്റെ കാര്യം എടുത്താൽ അവിടെയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് രൂപപ്പെട്ട് വരുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുന്നതും ഇന്ത്യക്ക് വലിയ ഗുണമായി മാറുകയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും കൃത്യമായ ഡെലിവറിയും യൂറോപ്യൻ ബിസിനസ്സുകാരെ ഇന്ത്യയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. ഇനിയുള്ള ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ മാറ്റം ഇത്ര ഇമ്പോർട്ടന്റ് ആകുന്നത് എന്നത്? ഒരു രാജ്യം സാമ്പത്തികമായി വളരണമെങ്കിൽ കയറ്റുമതി വർദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. യൂറോപ്പ് പോലുള്ള ഒരു പ്രീമിയം മാർക്കറ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കപ്പെടുന്നു എന്നത് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വലിയൊരു വിജയമായിട്ട് തന്നെ പറയണം.
ഇത് ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും വിദേശ നാണ്യം നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകാനും സഹായിക്കും. ആഗോള വിപണിയിൽ ഇന്ത്യ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ചുരുക്കത്തിൽ ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ മുദ്രയുള്ള സാധനങ്ങൾ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്പെയിനിലെയും ജർമ്മനിയിലെയും നിരത്തുകളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നിറയുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അത് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ലോക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയം ഒരേയൊരു പേരാണ്: ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലയിൽ നിക്കോളാസ് മഡൂറോയെ വീഴ്ത്തിയതോടെ ട്രംപിന്റെ അടുത്ത ടാർഗറ്റ് ക്യൂബയാണ്. ക്യൂബയുടെ കളി ഉടനെ കഴിയുമെന്ന രീതിയിൽ വളരെ പരുക്കൻ ഭാഷയിലാണ് ട്രംപ് സംസാരിക്കുന്നത്. എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? ക്യൂബയിൽ ഇനി എന്ത് സംഭവിക്കും? പരിശോധിക്കാം. ആദ്യം തന്നെ മഡൂറോയുടെ പതനവും ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റും ഒന്ന് നോക്കാം. വെനസ്വേലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മാറ്റങ്ങൾ ക്യൂബയെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. മഡൂറോയെ അമേരിക്കൻ ഏജൻസികൾ പിടികൂടിയതിന് പിന്നാലെ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു: ഇറ്റ്സ് ഗോയിങ് ഡൗൺ. അദ്ദേഹം ക്യൂബയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് വളരെ ലളിതമാണ്: ഒന്നുകിൽ മര്യാദയ്ക്ക് ഒരു ഡീലിന് വരിക, അല്ലെങ്കിൽ വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ നേരിടുക. മഡൂറോയുടെ ഭരണത്തിന് കീഴിൽ വെനസ്വേലയിൽ നിന്ന് ക്യൂബയിലേക്ക് ഒഴുകിയിരുന്ന പണവും എണ്ണയും അമേരിക്ക ഇപ്പോൾ പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. ഇനി എന്തിനാണ് ട്രംപ് ക്യൂബയെ ഇങ്ങനെ പിന്തുടരുന്നത്? പതിറ്റാണ്ടുകളായി ക്യൂബയും വെനസ്വേലയും തമ്മിൽ ഒരു ബാർട്ടർ സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. വെനസ്വേല ക്യൂബയ്ക്ക് കുറഞ്ഞ നിരക്കിൽ എണ്ണ നൽകും. പകരമായി ക്യൂബ അവരുടെ ചാര സംഘടനകളെയും സെക്യൂരിറ്റി ഫോഴ്സിനെയും മഡൂറോയെ സംരക്ഷിക്കാൻ അയക്കും. ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ്: വെനസ്വേലയിൽ ഉണ്ടായിരുന്ന ക്യൂബൻ സൈനികരിൽ ഭൂരിഭാഗവും കഴിഞ്ഞ ആഴ്ച നടന്ന അറ്റാക്കിൽ കൊല്ലപ്പെട്ടു. ഇനി വെനസ്വേലയെ സംരക്ഷിക്കാൻ അമേരിക്കയുണ്ട്. അതുകൊണ്ട് ക്യൂബയുടെ സഹായം അവർക്ക് ആവശ്യമില്ല. ചുരുക്കത്തിൽ ക്യൂബയുടെ ഏറ്റവും വലിയ വരുമാന മാർഗമാണ് ട്രംപ് ഒറ്റയടിക്ക് ഇല്ലാതാക്കിയത്. ഇനി ദി ഗ്രൗണ്ട് റിയാലിറ്റി: ക്യൂബയിലെ ഇപ്പോഴത്തെ അവസ്ഥ. നിലവിൽ ക്യൂബ വലിയൊരു സാമ്പത്തിക തകർച്ചയിലാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മണിക്കൂറുകളോളം കറണ്ടില്ല. വണ്ടികൾ കടിക്കാൻ പെട്രോളില്ല. ജനങ്ങൾ മൈലുകളോളം ക്യൂ നിൽക്കുകയാണ്. ടൂറിസവും എണ്ണയും ഇല്ലാതെ രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് മേക്ക് എ ഡീൽ എന്ന് ആവശ്യപ്പെടുന്നത്. അമേരിക്ക പറയുന്ന നിബന്ധനകൾ അംഗീകരിച്ചാൽ മാത്രമേ ക്യൂബയ്ക്ക് ഇനി രക്ഷയുള്ളൂ എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ട്രംപിന് അങ്ങനെ സാധിച്ചു. ഇനി ഇവിടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. ട്രംപ് തന്റെ അടുത്ത സ്റ്റേറ്റ് സെക്രട്ടറിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർക്കോ റൂബിയോയെയാണ്. മാർക്കോ റൂബിയോ ശരിക്കും ഒരു ക്യൂബൻ വംശജനാണ്. മാത്രമല്ല ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കടുത്ത വിമർശകനുമാണ്. അങ്ങനെ റൂബിയോ ക്യൂബയുടെ അടുത്ത പ്രസിഡന്റ് ആകുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ്. ട്രംപ് ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ക്യൂബയിൽ ഒരു ഭരണമാറ്റമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തവുമാണ്. സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ ഇതൊന്നും വിട്ടുകൊടുക്കാൻ ക്യൂബൻ പ്രസിഡന്റ് മിഗേൽ ഡിയാസ് കാനൽ തയ്യാറല്ല. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുത്ത് ഈ പ്രതിസന്ധി മറികടക്കാനാണ് ക്യൂബ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ ഉപരോധങ്ങൾ കടുപ്പിച്ചാൽ ക്യൂബയ്ക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നത് കണ്ടറിയണം. വെനസ്വേലയ്ക്ക് ശേഷം ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കയുടെ അടുത്ത പടയോട്ടം ക്യൂബയിലേക്കാണ്. ട്രംപിന്റെ ഈ നീക്കം വിജയിക്കുമോ, അതോ ക്യൂബ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമോ? ലോകം ഉറ്റുനോക്കുകയാണ്. ഇനി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തെക്കുറിച്ചാണ്. ജർമ്മനിയുടെ പുതിയ ചാൻസലർ ഫ്രീഡറിക് മേഴ്സ് ഇപ്പോൾ ഇന്ത്യയിലാണ്. മെയ് 2025 അധികാരമേറ്റതിനു ശേഷം ഏഷ്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ യാത്രയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം നടക്കുന്ന ഈ 2 ദിവസത്തെ വിസിറ്റ് വെറും ഒരു ഔദ്യോഗിക സന്ദർശനം മാത്രമല്ല, ഇന്ത്യയുടെയും യൂറോപ്പിന്റെയും സാമ്പത്തിക സുരക്ഷാ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒന്നാണ് എന്ന് വേണം പറയാൻ. ഈ സന്ദർശനത്തിന്റെ വിശേഷങ്ങളും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മേഴ്സ് ജനുവരി 12 തിങ്കളാഴ്ചയാണ് ഇന്ത്യയിലെത്തിയത്. അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ മോദിക്കൊപ്പം സമയം ചെലവഴിച്ചും പട്ടം പറത്തൽ ഉത്സവത്തിൽ പങ്കെടുത്തുമാണ് അദ്ദേഹം തന്റെ പര്യടനം തുടങ്ങിയത്. എന്നാൽ ഈ സന്തോഷങ്ങൾക്കിടയിലും ഗൗരവകരമായ ചില അജണ്ടകൾ ഈ വിസിറ്റിന് പിന്നിലുണ്ട്. ഈ സന്ദർശനത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പ്രതിരോധ മേഖലയിലെ സഹകരണം തന്നെയാണ്. ഇന്ത്യൻ നേവിക്ക് വേണ്ടി 6 അത്യാധുനിക സ്റ്റെൽത്ത് സബ്മറൈനുകൾ നിർമ്മിക്കാനുള്ള ഒരു വമ്പൻ കരാറിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏകദേശം 5 ബില്യൺ യൂറോയുടെ ഈ പ്രൊജക്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ജർമ്മൻ കമ്പനിയായ തൈസൻക്രപ്പും ഇന്ത്യയുടെ മസഗോൺ ഡോക്കും ചേർന്നാണ് നടപ്പിലാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. റഷ്യയെയും ചൈനയെയും അമിതമായി ആശ്രയിക്കാതെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാൻ ഇന്ത്യയെ സഹായിക്കുക എന്നതാണ് ജർമ്മനിയുടെ ലക്ഷ്യം.
നമുക്കറിയാം, ജർമ്മനിയിൽ ഇപ്പോൾ പ്രൊഫഷണലുകളുടെ വലിയ ക്ഷാമമുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൽ ഡെവലപ്മെന്റ് ഈ ചർച്ചകളിലെ പ്രധാന പോയിന്റാണ്. ഇന്ത്യയിലെ മിടുക്കരായ യുവാക്കളെ ജർമ്മൻ നിലവാരത്തിൽ പരിശീലിപ്പിക്കാനും അവർക്കവിടെ ജോലി സാധ്യതകൾ ഉറപ്പാക്കാനും പുതിയ പാക്റ്റുകൾ ഒപ്പിടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗ്രീൻ എനർജി, സെമി കണ്ടക്ടർ മേഖലകളിൽ വിദഗ്ധരായ ആളുകളെ ജർമ്മനിക്ക് വളരെയധികം ആവശ്യമുണ്ട്. ഇനി ഈ സന്ദർശനത്തിന് പിന്നിൽ ഒരു അമേരിക്കൻ ഫാക്ടർ കൂടിയുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% വരെ താരിഫ് ഏർപ്പെടുത്താൻ നീക്കം നടത്തുകയാണ്. ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെ സാരമായി ബാധിക്കും. ഇതേസമയം ജർമ്മനിയും അമേരിക്കയിൽ നിന്നുള്ള ട്രേഡ് പ്രഷർ നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം ശക്തിപ്പെടുത്തുക എന്നത് ഇരു രാജ്യങ്ങളുടെയും ആവശ്യമാണ്. ജനുവരി 27-ന് നടക്കാനിരിക്കുന്ന ഇന്ത്യ EU സമ്മിറ്റിന് മുന്നോടിയായുള്ള ഈ ചർച്ചകൾ ഇന്ത്യ യൂറോപ്പ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, അതായത് സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് വഴി തുറക്കുമെന്ന് കരുതപ്പെടുന്നു. അഹമ്മദാബാദിലെ ചർച്ചകൾക്ക് ശേഷം മേഴ്സർ ബംഗളൂരുവിലേക്കാണ് പോകുന്നത്. അവിടെയുള്ള ബോഷ് ക്യാമ്പസും അതുപോലെ നാനോ സയൻസ് സെന്ററുകളും അദ്ദേഹം സന്ദർശിക്കും. സെമി കണ്ടക്ടറുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിൽ ജർമ്മൻ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു നീക്കം. ഇന്ത്യയെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാനുള്ള മോദിയുടെ വികസിത് ഭാരത് സ്വപ്നത്തിന് ജർമ്മനിയുടെ പിന്തുണ വളരെ വലുതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഫ്രീഡ്രിച്ച് മേഴ്സിന്റെ ഈ സന്ദർശനം വെറും ഒരു ഹാൻഡ് ഷേക്ക് വിസിറ്റ് അല്ല. ഇത് മാറുന്ന ലോക സാഹചര്യത്തിൽ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ഒരു വിൻ വിൻ സ്ട്രാറ്റജി തന്നെയാണ്. പ്രതിരോധം, തൊഴിൽ, വ്യാപാരം എന്നീ 3 തൂണുകളിലാണ് ഈ ബന്ധം നിൽക്കുന്നത്. ട്രംപിന്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ ബാധിക്കാതിരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇത്തരം കൂട്ടുകെട്ടുകൾ അത്യന്താപേക്ഷിതമാണ്. ലോകരാഷ്ട്രീയത്തിലെ ഓരോ ചെറിയ ചലനങ്ങളും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെയും ഏതെങ്കിലും തരത്തിൽ ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലിക്കായി കാത്തിരിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഈ ജർമ്മൻ ബന്ധം വലിയ അവസരങ്ങൾ നൽകിയേക്കാം. വരും ദിവസങ്ങളിൽ ഈ കരാറുകളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരും. ഇനി ലോകമെമ്പാടുമുള്ള മദ്യപാനികളെയും ആരോഗ്യ വിദഗ്ധരെയും ഒരുപോലെ അമ്പരപ്പിച്ച ഒരു വാർത്തയെക്കുറിച്ചാണ്. ഇത് വരുന്നത് US-ൽ നിന്നുമാണ്. പതിറ്റാണ്ടുകളായി നമ്മൾ കേട്ടുപോരുന്നൊരു ഡയലോഗാണ് മിതമായ മദ്യപാനം ആരോഗ്യത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ ദിവസവും ഒരു പെഗ് വരെ അടിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ പാടെ തിരുത്തി കുറിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം. അമേരിക്കയുടെ പുതിയ ഡയറ്ററി ഗൈഡ് ലൈൻസ് 2025-2030 പുറത്തിറങ്ങിയപ്പോൾ അതിൽ മദ്യത്തെക്കുറിച്ചുള്ള ഭാഗം വലിയ ചർച്ചകൾക്കാണ് വഴിതെളിയിച്ചിരിക്കുന്നത്. എന്താണ് ഈ പുതിയ മാറ്റം? ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും? വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ 45 വർഷമായി അമേരിക്കൻ ആരോഗ്യ വകുപ്പ് കൃത്യമായ ഒരു അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുരുഷന്മാർക്ക് ദിവസം 2 ഡ്രിങ്ക്സ് വരെയും സ്ത്രീകൾക്ക് 1 ഡ്രിങ്ക് വരെയും ആകാമെന്നായിരുന്നു അത്. എന്നാൽ 2026 ജനുവരിയിൽ പുറത്തിറങ്ങിയ പുതിയ ഗൈഡ് ലൈൻസ് ഈ സേഫ് ലിമിറ്റ് പാടെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. പകരം അവർ പറയുന്നത് വെറും 3 വാക്കുകളാണ്: കൺസ്യൂം ലെസ് ആൽക്കഹോൾ, അതായത് കുറച്ചു കുടിക്കുക, അത്ര തന്നെ. എത്ര കുടിക്കാം എന്നതിന് കൃത്യമായ കണക്കില്ല. ഈ ഒരു നീക്കം ഇത് ആരോഗ്യ വിദഗ്ധരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം അളവ് പറയാതിരുന്നാൽ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള അത്രയും ഇഷ്ടമുള്ള രീതിയിൽ മോഡറേഷൻ, അതായത് മിതത്വം വ്യാഖ്യാനിക്കും എന്നാണ് അവരുടെ ഭയം. ഈ പുതിയ റിപ്പോർട്ടിലെ ഏറ്റവും വിവാദപരമായ കാര്യം എന്താണെന്നോ? മദ്യപാനവും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മുൻപുണ്ടായിരുന്ന ശക്തമായ മുന്നറിയിപ്പുകൾ പുതിയ ഗൈഡ് ലൈൻസിൽ നിന്ന് ഒഴിവാക്കി എന്നതാണ്. മദ്യപാനം ശരിക്കും ബ്രസ്റ്റ് ക്യാൻസർ, ലിവർ ക്യാൻസർ, വായിലെ ക്യാൻസർ തുടങ്ങി 7ഓളം തരം ക്യാൻസറുകൾക്ക് കാരണമാകുമെന്ന് ലോകാരോഗ്യ സംഘടന നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. എന്നാൽ പുതിയ അമേരിക്കൻ ഗൈഡ് ലൈൻസിൽ ഈ ഭീഷണികളെക്കുറിച്ച് കാര്യമായ പരാമർശങ്ങൾ ഇല്ല എന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം? പലരും കരുതുന്നത് ഇത് മദ്യവ്യവസായ ലോബികളുടെ ഇടപെടൽ മൂലമാണ് എന്നാണ്. എന്നാൽ ഗവൺമെന്റ് വക്താവായ ഡോക്ടർ മെഹമ്മദ് ഓസ് പറയുന്നത് മദ്യപാനം ഒരു സോഷ്യൽ ലൂബ്രിക്കന്റ് ആണെന്നും ആളുകൾ ഒത്തുചേരാനും സന്തോഷിക്കാനും ഇത് സഹായിക്കുന്നു എന്നുമാണ്. ഡേറ്റയേക്കാൾ ഉപരിയായി സാമൂഹികമായ വശങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. റോബർട്ട് എഫ് കെനഡി ജൂനിയറിന്റെ നേതൃത്വത്തിൽ മേക്ക് അമേരിക്ക ഹെൽത്തി അഗെയിൻ, അമേരിക്കയെ വീണ്ടും ആരോഗ്യകരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾക്കും പഞ്ചസാരയ്ക്കും എതിരെ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന അതേ റിപ്പോർട്ട് തന്നെ മദ്യത്തിന്റെ കാര്യത്തിൽ ഇത്രയും ലിബറൽ ആയത് എങ്ങനെയാണ് എന്ന് എല്ലാവരും ചോദിക്കുകയാണിപ്പോൾ. ഇനി ഈ പറഞ്ഞ പുതിയ ഗൈഡ് ലൈൻസിലെ പ്രധാന പോയിന്റുകളൊന്ന് നോക്കാം. മദ്യപാനം പരിമിതപ്പെടുത്തുക, പക്ഷേ അളവ് നിശ്ചയിക്കില്ല. ഗർഭിണികൾ, മരുന്നുകൾ കഴിക്കുന്നവർ, മുൻപ് അഡിക്ഷൻ ഉണ്ടായിരുന്നവർ എന്നിവർ മദ്യം പൂർണ്ണമായും ഒഴിവാക്കണം. മദ്യപാനത്തെ വെറും ഒരു ശീലമായല്ല, മറിച്ച് ആളുകൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കാനുള്ള ഒരു ചടങ്ങായി കാണണം എന്നൊക്കെയാണ്. അമേരിക്കൻ ഗൈഡ് ലൈൻസ് മാറി എന്ന് കരുതി മദ്യം പെട്ടെന്ന് ഒരു ഹെൽത്ത് ഡ്രിങ്കായി മാറുന്നില്ല എന്നതാണ് വാസ്തവം. ലോകാരോഗ്യ സംഘടന ഇപ്പോഴും പറയുന്നത് നോ ലെവൽ ഓഫ് ആൽക്കഹോൾ ഇസ് സേഫ് ഫോർ അവർ ഹെൽത്ത് എന്ന് തന്നെയാണ്. അതായത് ഒരു തുള്ളി മദ്യം പോലും ശരീരത്തിന് ഗുണകരമല്ല എന്ന് തന്നെയാണ്.
നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മലയാളികൾക്കിടയിൽ ഈ വാർത്ത തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അമേരിക്കക്കാർ പോലും പറഞ്ഞു അളവ് നോക്കാതെ കുടിച്ചോളാൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്. സയൻസ് എപ്പോഴും പറയുന്നത് മദ്യം കരളിനെയും ഹൃദയത്തെയും മസ്തിഷ്കത്തെയും കാര്യമായി ദോഷകരമായി ബാധിക്കുമെന്ന് തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ പുതിയ നയം മദ്യപാനത്തെ ഒരു പേഴ്സണൽ ചോയ്സ് എന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗവൺമെന്റ് ഇനി നിങ്ങളുടെ ഗ്ലാസ്സിലെ അളവ് പരിശോധിക്കില്ല, പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയാകും. മിതത്വം എന്നത് ഓരോരുത്തരുടെയും യുക്തിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. എന്തുതന്നെയാണെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എപ്പോഴും സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക. ഏറ്റവും നല്ലത് മദ്യം ഒഴിവാക്കുന്നത് തന്നെയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ഈ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. പ്രതിസന്ധികൾക്കിടയിലും പുതിയ പ്രതീക്ഷകൾ എപ്പോഴും നാമ്പെടുക്കുന്നുണ്ട്. ഇറാനിലെ ജനകീയ പോരാട്ടത്തിന്റെ തീവ്രത മുതൽ ആലൂക എന്ന ഇന്ത്യൻ നായയുടെ സമാധാന യാത്രയുടെ നന്മ വരെയും, ഇന്ത്യൻ വിപണി സ്പെയിനിലും ജർമ്മനിയിലും സൃഷ്ടിക്കുന്ന തരംഗം മുതൽ അമേരിക്കയിലെ വിവാദമായ മദ്യനയം വരെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, ട്രംപിന്റെ രണ്ടാം വരവോടെ ലോകക്രമം പഴയതുപോലെ അല്ല എന്ന് ഈ വാർത്തകളിൽ നിന്നെല്ലാം വ്യക്തമാണ്. സാമ്പത്തികമായും സൈനികമായും ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുടെ വലിയൊരു പങ്കാളിയായി മാറുന്നത് നമ്മൾ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ജർമ്മൻ സന്ദർശനം വഴി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ നമ്മുടെ യുവാക്കളെ തേടിയെത്തുമെന്ന സൂചനകൾ ഏറെ പ്രതീക്ഷ നൽകുന്നവയാണ്. വെല്ലുവിളികൾ ഉണ്ടെങ്കിലും കൂടുതൽ നല്ലൊരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് മനുഷ്യരാശിയെന്ന് ഈ വാർത്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.